ഗായ്സ്, അപ്പോൾ നമ്മള് ഇന്നത്തെ പരിപാടി പറയുന്നത് നമ്മള് ഷാപ്പിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ ഒത്തിരി ഒന്നും ഫുഡൊന്നും കഴിക്കില്ല, എന്തായാലും ഒരു കുറച്ച് ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ വേറെ സ്ഥലത്ത് പോയിട്ട് അതെ അതെ ഉച്ചക്കത്തെ ഫുഡ് ശരിവടെ നോക്കാമല്ലോ പറഞ്ഞപ്പോൾ ശരി പറയാൻ കഴിക്കുകയാണ്. അതെ, നമ്മളിപ്പോൾ ഷാപ്പിൽ പോകും. നമ്മുടെ അടുത്തുള്ള ഒരു ഷാപ്പ് തന്നെയാണ്. നമുക്കപ്പോൾ ഒന്ന് പോയി ഫുഡ് കഴിക്കാം. ധാരാളം കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കും. ഇവിടെ ഇതൊക്കെയാണ് സെറ്റപ്പ്. ഇതിലേക്കാണ് കള്ള് കൊടുക്കുന്നത്. പിന്നെ പന ഈ സാധനം ഈ എന്താണ് ഇതിലും കൊടുക്കാറുണ്ട്. മുളൻ്റെ അതിലും ഈ മൺചട്ടിയിലും കൊടുക്കാറുണ്ട് കള്ള്. ഇതിലൊക്കെ കള്ള് സ്റ്റോർ ചെയ്ത് വെക്കും. ഇതൊക്കെയാണ് കള്ള്. അവിടെ കള്ളൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ കിച്ചൺ പറയുന്ന സാധനം. കള്ള് ഷാപ്പാന്ന് പറയുമ്പോൾ അറിയാലോ നിങ്ങൾക്ക് എങ്ങനെയാണ് സെറ്റപ്പ് എന്നൊക്കെ. ഹായ്, എന്താണ് സുഖല്ലേ? ഇവിടുന്ന് കൂടുതൽ വരുന്നതും തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെയാണ്. ഫുള്ള് തമിഴ്നാട് സൺഡേയൊക്കെ വന്നാൽ ഫുള്ള് തിരക്കായിരിക്കും. അതുപോലെ ഫുഡും കിട്ടാൻ ഇത്തിരി ചാൻസ് കുറവാണ്. അത്രയ്ക്ക് ഹൈപ്പൊന്നും ഇല്ല ഷാപ്പിന്. അതെ, എന്നാലും അത്യാവശ്യം കഴിക്കാൻ. മറ്റേ ഏത് ഷാപ്പാണ്? ഷാപ്പിന്റെ പേര് എന്താണ്? ബിജു. ബിജു പറഞ്ഞൊരു ഷാപ്പുണ്ട്. ആളുടെ ഷാപ്പായിരുന്നു ഏറ്റവും ട്രെൻഡിങ്. അപ്പോൾ ആള് അവിടെ ഒരു ഇതിൽ കൂടെ പോകുന്നത് അവിടെ. അപ്പോൾ ഒരു പാലം പണി വന്നപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വന്നു അല്ലേ? അങ്ങനെ വന്നു. അതെ അതെ. ഇവിടുത്തെ മെനു എന്തൊക്കെ ഉണ്ടാവും നോക്കിയാൽ എന്തൊക്കെ ഉണ്ടാവും? പൊറോട്ട, ഇടിയപ്പം, ഇഡ്ഡലി, ചിക്കൻ, ബീഫ്, പോർക്ക്, താറാവ്, എല്ലാം ഇല്ലേ? സാധനം എല്ലാം ഇല്ലേ? എല്ലാം ഇല്ലേ? നമ്മൾ ഇരിക്കുന്ന സ്ഥലം അത്യാവശ്യം ഇവിടെ ഇരുന്ന് കഴിക്കുക. വിസിറ്റ് ചെയ്യുക നമ്മുടെ ഷാപ്പിനെ. ഇവിടെ കുളിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മളൊന്നും കുളിക്കുകയൊക്കെ ചെയ്യാം. ആൾക്കാർ മാത്രം കുളിക്കുള്ളൂ. അതുകൊണ്ട് ഗായ്സ് ഇവിടുത്തെ വെള്ളം അത്ര ഇതില്ല. നമുക്കിപ്പോൾ അമീബിയൊക്കെ ഉള്ള സീസണാണ്. അപ്പോൾ ഇവിടുത്തെ വെള്ളത്തിലൊന്നും കുളിക്കണ്ട. അപ്പുറത്തെ പുഴയുണ്ട്. ഇവിടുന്ന് പുഴത്ത് വെള്ളം ചാലി വരുമ്പോൾ കുറച്ച് വേസ്റ്റ് അവിടെ കുറച്ച് കടയൊക്കെ ഉണ്ട്. അപ്പോൾ ആ കടയിലത്തെ വേസ്റ്റ് ഒക്കെ എടുത്ത് ഇതിലിടും. ഫുള്ള് വെയില്, നല്ല ചൂടാണ് പാലക്കാട്. നമുക്ക് അങ്ങനെ ഫുഡ് കഴിക്കാം. ഇവിടെയാണ് ഇങ്ങനെ കൈ കഴുകുക. അപ്പൊ നമ്മൾ ചാലി പോയി കൈ കഴുകും. അപ്പൊ ഗൈസ് നല്ല തണുപ്പൊക്കെ ഉണ്ട് വെള്ളം. അപ്പൊ ചാലിലേക്ക് കഴുകുക. പോർക്കുണ്ട്, ബീഫുണ്ട്, ചിക്കൻ, ഒരു പൊറോട്ടയാ, പൊറോട്ട മതി. ശരി, ഒരു 2 സെറ്റ് ബീഫും ഒരു പൊറോട്ടയും. നായ്ക്കളൊക്കെ വന്നിട്ടുണ്ട്. ബ്രോ, ഇവിടെ ഇടിയപ്പം വന്നു. ഇടിയപ്പം റെഡിമെയ്ഡാണ് തോന്നുന്നു. ഇവിടെ ഉണ്ടാക്കിയതാണ് പറഞ്ഞാൽ ഇത്ര ബ്യൂട്ടിയിലൊന്നും വന്നിട്ടുണ്ടായില്ല. പൊറോട്ടയും വന്നു. പൊറോട്ടയും ഇടിയപ്പം. ചിക്കൻ ഗ്രേവി എത്തിയിട്ടുണ്ട്. ഇതിവിടെ ഇത് പാലക്കാടിൽ ഇതിന് ഫ്രീ ചാർ എന്ന് പറയും. നമ്മൾ കടയിൽ പോയി പൊറോട്ടയും ഫ്രീ ചാറും പറഞ്ഞാൽ ചിലർക്ക് ലെക്ക് ഉണ്ടെങ്കിൽ പീസ് കിട്ടും. പക്ഷെ അതെനിക്കാണ് ഭാഗ്യം. പോർക്ക് വന്നു ഗൈസ്. അവിടെ ബ്രോ ഗിവ് മീ 1 പ്ലേറ്റ് ബ്രോ. അത്ര ഗൈസ് പോർക്ക് കുറച്ച് ഗ്രേവി ആക്കിയിട്ട് ഗൈസ്. ടേസ്റ്റ്. ഞാനൊരു പൊറോട്ട പീസ് കഴിച്ചു നോക്കാം ഗൈസ്. ഗൈസ് കുറച്ച് പൊറോട്ടയും ഇതിൽ തേങ്ങ കൊത്തക്കൊട്ടുള്ളൊരു പോർക്കും. വയറുവശം കഴിക്കാൻ പറ്റും. ഗൈസ് നമുക്കിനി നൂലുപുട്ട് ടേസ്റ്റ് ചെയ്യാം. നൂലുപുട്ടും പോർക്കും. നൂൽപുട്ടല്ല ഇടിയപ്പമാണ്. സോറി, നമ്മുടെ അവിടെ നൂലിപ്പുട്ട് തന്നെയാണ്. നമ്മുടെ അവിടെ നൂൽപുട്ട് എന്ന് പറയും. നമുക്കിനി ടേസ്റ്റ് ചെയ്യേണ്ടത് മതി ഗായ്സ്. ഇപ്പൊ ഒരുപാട് ടേസ്റ്റ് ചെയ്യണു, എനിക്ക് കിട്ടില്ല. അപ്പൊ നീ ടേസ്റ്റ് ചെയ്യാൻ പോണത് അശ്വിൻ. മത്സരമല്ല, നല്ല ഹൗസ് ഇറ്റ്. വിശപ്പായത് കൊണ്ടാണോന്നറിയില്ല. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്.
അതെല്ലാവർക്കും അങ്ങനെയാണല്ലോ. ബീഫ് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ബീഫ് ടേസ്റ്റ് ചെയ്യല്ലേ. നല്ല എരിവുണ്ട്, പച്ചമുളക് അടിച്ചു തോന്നുന്നു. അതാണ് ബീഫ്. ആ ബീഫിലൊരു ഉള്ളി പീസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തെരി 2 പേരട്ട വെട്ടി ആ ബീഫ് ചാറിലും കൂടി കുറച്ച് മുക്കിയിട്ട് ഒന്ന് ആസ്വദിച്ചു. ഏകദേശം കഴിഞ്ഞു. ഗ്രേവി കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് നമ്മൾ ഒരു പൊറോട്ടയും കൂടി പറഞ്ഞിട്ടുണ്ട്. അഡീഷണൽ പൊറോട്ട പറഞ്ഞായിരുന്നു, അതും കൂടി വന്നു. മതി. ലെക്കില്ല എനിക്ക്, നമ്മുടെ ഫ്രീ ചാർജിൽ പീസില്ല. ഈ ചിക്കൻ്റെ പേരാണ് ലക്കി ചിക്കൻ ഗ്രേവി. നമ്മളുണ്ടാക്കിയ പുതിയ പേരാണ്, നമ്മളല്ല നമ്മുടെ ഏട്ടൻ ഉണ്ടാക്കിയ പുതിയ പേരാണെന്നും പറയും. കുഴപ്പമില്ല, ഏകദേശം വേറെ ഫുള്ളായില്ലേ, കുഴപ്പമില്ല. എരിവുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു, പോവാ. അപ്പോൾ ഇന്നത്തെ പരിപാടി ചുറ്റൂർ പോയി ചെക്കൻ്റെ ഫോൺ ഡിസ്പ്ലേ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിസ്പ്ലേ ഒക്കെ ചേഞ്ച് ആക്കിയിട്ട് വരുമ്പോഴേക്കും ഏകദേശം ടൈമായി. അപ്പോൾ ഫോണിൻ്റെ അവസ്ഥ ഇതാണ്, പോക്കോ ഡിസ്പ്ലേ ഫുള്ള് പോയി. ചെക്കൻ കാലത്ത് തന്നെ എറിഞ്ഞു പൊട്ടിച്ചിരിക്കുകയാണ് എന്തോ ഒരു ദേഷ്യത്തിൽ. സാരമില്ല, പണം പോയി പവർ ചെയ്യട്ടെ. കഴിഞ്ഞു. നമ്മളത്തെ പ്ലേറ്റൊക്കെ എടുത്ത് ഇവിടെ പട്ടിക്കുട്ടിയുണ്ട്. പട്ടിക്കുട്ടിക്ക് ഒന്നും കൊടുക്കാനൊന്നുമില്ല, നമ്മളെ കഴിച്ചു. അപ്പോൾ നമ്മളെ ചാലിൽ തന്നെ കൈ കഴുകാൻ പോണേ. ചാലി തന്നെ ഇവ ഈ ചാലി തന്നെ കുറ്റം പറയാണ്, വെള്ളം ശരിയില്ല എന്നൊക്കെ. കയ്യെ കഴുകുക, കൈ കഴുകുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ വായു ഒപ്പിക്കാതിരിക്കുക, എന്നാൽ കഴുകാൻ പാടില്ല. കൈ കഴുകുന്നതിൽ കുഴപ്പമില്ല. ബില്ല് സെറ്റ് ചെയ്യാം. എത്ര? 360. നമ്മൾക്ക് വേണ്ടി 360 രൂപ സ്പോൺസർ ചെയ്ത് എടുത്തു. ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിൽ സേഫ്റ്റി മുഖ്യം. ഗായ്സ്, നമ്മളെ ഒരു ടീം പുച്ഛിച്ചിരിക്കുകയാണ്. നമ്മൾ വ്ളോഗ് എടുക്കുന്നത് കണ്ട് ഇവന്മാര് വൈറലാകുമെന്ന് ചോദിച്ചു. നമ്മൾ കാണിച്ചു കൊടുക്കണം. വൺ ഡേ ഗായ്സ്. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.